ഇന്നത്തെ റെസിപ്പി ഒരു കുഴിച്ചാണ്. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റോടും ആ ഒരു പെർഫെക്ഷനോടും കൂടി തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് തവയിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ആട്ട 1 കപ്പ് മൈദ അങ്ങനെ എടുക്കട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കട്ടോ. ബട്ടർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. എന്നിട്ട് ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിൻ്റെ മേലെ കുറച്ചൊരു മല്ലിയില ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ചൊരു കറുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തവ നന്നായിട്ട് ചൂടായിട്ട് വേണേൽ വെച്ച് കൊടുക്കാൻ. ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടി കൊടുക്കണേ. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കട്ടോ. 2-3 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അതിപ്പം കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് തീ കുറച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതിലൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഇനി ചൂടോട് കൂടെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ചൊരു ബട്ടർ തേച്ച് കൊടുക്കട്ടെ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചൂടുള്ള കുഴിച്ചതിൻ്റെ മേലെ ബട്ടറും കൂടെ തേക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തിയൊക്കെ അല്ലേ കഴിക്കുക. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.